അതായത് രമണ അവിടെ അൺപ്രഡിക്റ്റബിൾ മഴ, സ്നോഫോൾ വരും. അങ്ങട് പോളം 4 ഡിഗ്രി അല്ലേ? 4 ഡിഗ്രിയാണ്. ബോർഡ് വലിയടല്ലേ? തണുപ്പ് കണ്ടിട്ട് പുള്ളി ഒരു ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പാറസ് പ്ലാനറ്റ്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. എവിടെയാണ് പോകുന്നത്? ഞാനും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് കാശ്മീരിലേക്കാണ്. ഇവിടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. നമ്മളിപ്പം കാശ്മീരിലേക്ക് പോവാണ്. ഇവിടുന്ന് ശ്രീനഗറിലേക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. 9:10 നമ്മൾ ഫ്ലൈറ്റ് ഉള്ളത്. ഓക്കെ, ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കൊന്ന് 3.5-4 മണിക്കൂറോളം എടുക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ചെക്കിനും പ്രോസസ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുക. ഇനി ഒരു 1 അവർ 1 അവർ കൂടെ ഉണ്ട്. 1 അവർ കൂടെ നമ്മൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഓർത്തു എന്ന ഒരു വീഡിയോ എടുത്തേക്കാവുന്നു. അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ മോനോട്ടിന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കോഫി വേണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. കാശ്മീരിൽ പോവാണ്. എക്സൈറ്റഡ് ആണോ? കുറേ നാളിന് ശേഷം ഇത്രയും നല്ല ടെമ്പറേച്ചർ, അങ്ങനെ എന്തോ പറഞ്ഞില്ലേ അതിനെ പറ്റിയിട്ട്? അതായത് രമണ അവിടെ നമ്മുടെ ഇവിടെ നാട്ടിലെ സൈക്ലോൺ പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ആ സമയത്ത് ലാനിനോ എഫക്റ്റ്. അപ്പൊ ആ സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും, അൺപ്രഡിക്റ്റബിൾ മഴ, പിന്നെ സ്നോഫോൾ ആയിരുന്നു, പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം അവിടുത്തെ ആൾക്കാർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ ന്യൂസ്, എല്ലാ ദിവസത്തെ ന്യൂസ് നമ്മൾ നോക്കാറുണ്ട്. അപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് ഒരു അടിപൊളി അനുഭവമാണെന്ന്. കാരണം നല്ല ചിലപ്പോൾ പെട്ടെന്ന് സ്നോഫോൾ വരും. ഇവർ ഈ നമ്മുടെ കാലാവസ്ഥ കേന്ദ്രം പറയുമല്ലോ ഇന്ന് മഴ പെയ്യുമെന്ന്. പക്ഷെ പറയുന്ന ദിവസം മഴ പെയ്യത്തില്ല, അല്ലാത്ത ദിവസം അവിടെ മഴയും സ്നോഫോളും എല്ലാം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇനി ഈ പറഞ്ഞ 2-3 ദിവസത്തിനുള്ളിൽ ഒരു സ്നോഫോള് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മുന്നോട്ടിന് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഇപ്പോൾ നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഹലോ, അങ്ങള് പോളം. ഒരു നീണ്ട ക്യൂ ഉണ്ട് കേട്ടോ. ഫ്ലൈറ്റ് മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾ മസ്റ്റാർഡ് സാൻഡ്വിച്ച് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ലായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു.
മണിക്കൂറത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഫ്ലൈറ്റിൽ ഉറക്കമൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിങ്ങനെ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഞാനിങ്ങനെ വിൻഡോ സീറ്റിൻ്റെ അടുത്തിരുന്നിട്ട് എപ്പോഴും വിൻഡോയിലൂടെ നോക്കി ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ 4.5 മണിക്കൂറിൻ്റെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ശ്രീനഗറിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മളിവിടെ ലാൻഡ് ചെയ്തു. ഇനി നടങ്ങിക്കേ. ഇപ്പോൾ 4 ഡിഗ്രി അല്ലേ, 4 ഡിഗ്രിയാണ്. നമ്മുടെ ലഗേജ് വരാൻ കുറച്ച് ടൈം എടുത്തു. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ വന്നത്. സംസാരിക്കാൻ വയ്യ തണുത്തിട്ട്. ഞങ്ങളുടെ ഡ്രൈവറിനെ നമ്മൾ നോക്കുവാണ്. ഡ്രൈവർ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് മേക്ക് മൈ ട്രിപ്പിൻ്റെ ഓഫീസിലേക്കാണ്. നമ്മൾ മേക്ക് മൈ ട്രിപ്പ് ത്രൂ ആണ് ഈ ഒരു പാക്കേജ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്ക് ഈ ഒരു ട്രിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫിംഗ് തരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ മേക്ക് മൈ ട്രിപ്പിൻ്റെ ഓഫീസിലെത്തി ഓൾറെഡി ടൈം 3:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർ നമുക്ക് അവിടുന്ന് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് അവിടുന്ന് ബ്രീഫിംഗ് ഒക്കെ തന്നു ട്രിപ്പിനെ പറ്റിയിട്ടുള്ള. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഡാൽ ലേക്കിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് ഡാൽ ലേക്കിലെ ഹൗസ് ബോട്ടിലാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കൊരു 1 അവറിൻ്റെ ഷിക്കാര റൈഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന ഉടനെ തന്നെ റൈഡിന് പോകും. हो गया आज का दिन. कल भी बोलूँगा. कल बोलूँगा. हाँ आज को बोलूँगा. റൂമിൽ പോയിട്ട് പോയാൽ മതിയായിരുന്നു. റൂമിൽ പോയിട്ട് ക്യാപ്പൊക്കെ എടുക്കണ്ട. ഈ തണുപ്പത്തെ ബോർഡ് തള്ളിയിടല്ലേ. കേറ്. അപ്പുറത്ത് आपको पहले 1 घंटे का राइड है सर. हाँ. उसके बाद आपको छुट्टी का ठीक है. ठीक है. आपको 2 बैग है. हाँ 2 बैग. ഗായ്സ്, നേരെ ഡൽ ലേക്കിലേക്ക് വന്നു. 1 അവറിൻ്റെ ഒരു ഷിക്കാര റൈഡ് ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് പോകും. നല്ല തണുപ്പുണ്ട്. ഇപ്പൊരു ഹൗസ് ബോട്ട് അവിടെ ഒക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ ഉണ്ട്. പല പാലസൊക്കെ. എനിക്ക് വെയിറ്റ് കൂടുതലാണ് നമ്മളെ. ഞങ്ങളുടെ തണുപ്പ് കണ്ടിട്ട് പുള്ളി ഒരു ഞങ്ങൾ റൂമിൽ പോയിട്ട് ശരിക്കും ഫ്രഷ് ആയിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. എന്താ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇരുട്ടുമെന്ന് പറഞ്ഞു. പിന്നെ കാണാൻ പറ്റില്ല എവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് റൂമിൽ പോകാതെ തന്നെ ഈ ഡ്രസ്സിൽ തന്നെയാണ്. അതുകൊണ്ട് തണുപ്പ് സഹിക്കാൻ വയ്യ. അപ്പോൾ നമ്മുടെ ഡി ചേട്ടൻ കേട്ടാ, ചേട്ടൻ നല്ല ചേട്ടൻ ഞങ്ങൾക്ക് പുതപ്പൊക്കെ തന്നു. ഞങ്ങളിവിടെ പുതച്ചിരിക്കുക. എന്നിട്ട് തണുപ്പ് സഹിക്കാൻ വയ്യ. കുഴപ്പമില്ല.
ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്രയ്ക്കൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ രാവിലെ വൈകിട്ടൊക്കെ വരണം പോകുമായിരുന്നു. അപ്പോൾ എന്താണ്? ഒന്നുമില്ല, നല്ല തണുപ്പുണ്ട്. നിങ്ങളെന്നാ പോയിക്കോ. സാധനം വരുന്നത് ഒരു കല്യാണം വല്ലതും അല്ല, ഫ്ലവർ ആയിരിക്കും. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, അല്ല നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് കച്ചവടക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചായ വേണോ കാപ്പി വേണോ, അല്ല കാപ്പിയില്ല, കോഫി നെസ്കോഫി വരെ തരാമെന്ന് പറഞ്ഞു. ചോക്ലേറ്റ് ലേക്കിലാണ് മിഷൻ കാശ്മീരിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. നമ്മുടെ ബോട്ട് ഓടിക്കുന്ന ബോസ് പറഞ്ഞതാണ്. പിന്നെ എന്നാ ഒരപ്പം വരുന്നുണ്ട്, എന്തുവാന്ന് ആർക്കറിയാം? ഒന്നുമില്ല, ചുമ്മാ ഒരു ഹിന്ദിയിലൊക്കെ തരാം. എന്ത് പറഞ്ഞു खाता कि नहीं खाता? नहीं देखो नहीं अभी नहीं चाहिए. कोई देख के पैसा लगता है, नहीं लगता है. अब महाराष्ट्र लगता है. कहाँ से? बोलो कोंगोपो है. कोंगोपो. हाँ राइट. कोंगोपो. केरला में इसको पता कोंगोपो. मालापुरा. मालापुरा. ये क्या है? राइट. ओके. मालापुरा तो त्रिशूर यहाँ वो मालापुरा. राइट. ओ आप उधर आए हैं? हम गए ना, बोट में घूमा है, लाइट बोट. हाँ ओके उधर का बोट में. लेक 92 में वहाँ बोलता है भेंडा बोलता कि नहीं बोलता? बराबर बोला ना. हाँ करेक्ट है. राइट. बढ़िया है. अच्छा ये आप इसको पता कुंगो എന്തായാലും കുങ്കുമപ്പൂ വേണ്ട. ₹100 नहीं अभी नहीं चाहिए. तो है नो प्रॉब्लम. नहीं अभी जस्ट आए हैं ना हम लोग घूम के. चलो अच्छा किया. फिर देख. मैंने सुना वहाँ महाराष्ट्र मगर केरला है, वो पता है भेंडा बोलता है. वेंडा राइट. नाको पता मद्रास. ओए माय भेंडा नो. राइट. ओके आप बड़ा अच्छा. आपका नाम? नाम नजर अहमद. हम केरला पहुंच गया. केरला पहुंच गया भाई. ये नीचे कितना डेप्थ है? यहाँ पे ज्यादा नहीं, यहाँ पर हो गया 10 फीट. 10 फीट. यहाँ से कूद गए तो मर जाएंगे. നമുക്കൊന്നും ചിന്തിക്കേ വേണ്ട, അങ്ങനെയൊന്നും അറിയത്തില്ല ആ രീതിയിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഷിക്കാര റൈഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹൗസ് ബോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഹൗസ് ബോട്ടിലെ മറ്റു വിശേഷങ്ങളുമായി നെക്സ്റ്റ് വ്ളോഗിൽ വീണ്ടും കാണാം. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. കാശ്മീർ എന്റെ മക്കളെ. ഞാൻ മക്കളെന്നെ ഈ വേഷത്തിൽ ജീവിതത്തിൽ കണ്ടത്. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ തണുപ്പില്ലേ, ഒരു സാധനം ഇവളിത് ചിരിച്ചോണ്ടിരിക്കുന്നത് തടക്കത്തില്ലോടി. അതുകൊണ്ടാ ചിരിക്കുന്നത്.